ഗ്ലോബൽ ട്രാവൽ ലീഡർ മലപ്പുറം സംഘടിപ്പിക്കുന്ന യാത്രകളിലേക്ക് സ്വാഗതം. ബേലൂരിലെ ചെന്നക്കേശവ ക്ഷേത്രത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടവും ചുറ്റുമതിലും ആണ് ഇത്. പ്രധാന ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് ഇത് ക്ഷേത്ര സംരക്ഷണത്തിനായി നിർമ്മിക്കപ്പെട്ടത്. പ്രവേശന കവാടത്തിൽ ഒരു വാതിൽ ഉണ്ട്. ഇത് തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രവേശന കവാടവും ചുറ്റുമതിലും ക്ഷേത്ര സമുച്ചയത്തിലെ നിർമ്മിതികളും മറ്റും പലതവണ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. വിജയനാരായണ ടെമ്പിൾ എന്നും ഇതിന് പേരുണ്ട്. 12ാം നൂറ്റാണ്ടിലുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണിത്. 1117 വിഷ്ണുവർദ്ധന മഹാരാജാവാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബേലൂരിലെ യാഗാച്ചി റിവറിന് സമീപമാണിത് സ്ഥിതി ചെയ്യുന്നത്. 3 തലമുറകൾ 103 വർഷം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചരിത്രത്തിൽ പല പ്രാവശ്യം ഇത് തകർക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മാണം നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഒരു വിദൂര വീക്ഷണമാണ് നാം ഇപ്പോൾ കാണുന്നത്. ചുറ്റുമതിലിനോട് ചേർന്ന് 4 വശങ്ങളിലും മനോഹരമായി നിർമ്മിക്കപ്പെട്ട കൽമണ്ഡപങ്ങൾ നമുക്ക് കാണാം. ഹൊയ്ശാല രാജവംശമാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതൊരു വൈഷ്ണവ ക്ഷേത്രമാണ്. മധ്യകാല ഇന്ത്യയുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മറ്റ് പുരാണ ഇതിഹാസങ്ങളിലെയും സന്ദർഭങ്ങളെ ഈ ക്ഷേത്രത്തിൽ ശില്പരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു ക്ലാസിക് സൃഷ്ടിയാണ്. കല്ലിൽ കൊത്തിയ കവിത പോലെ അതിമനോഹരമാണ് ഈ ക്ഷേത്രം. ഹൊയ്ശാല രാജവംശം ഇത്തരത്തിൽ നിരവധി ക്ലാസിക് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹലബേഡുവിലുള്ള ഹൊയ്ശാലേശ്വര ടെമ്പിൾ, സോമനാഥപുരത്തുള്ള കേശവ ടെമ്പിൾ എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുള്ള വീക്ഷണമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഓരോ ഇഞ്ചും അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശില്പമാണ്. ഹൊയ്ശാല രാജവംശത്തിൻ്റെ രാജമുദ്രയാണ് ഇത്. ഹൊയ്ശാല രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ സാല സിംഹവുമായി യുദ്ധം ചെയ്യുന്നതാണ് ഈ ശില്പം. തൻ്റെ ഗുരുവായ സുദത്ത മുനിയെ ആക്രമിക്കുവാൻ വന്ന സിംഹത്തെയാണ് സാല മഹാരാജാവ് ഇവിടെ പൊരുതി കീഴ്പ്പെടുത്തുന്നത്. പ്രധാന ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൻ്റെ ഇരുവശത്തും ഈ ശില്പമുണ്ട്. നാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അത്യാകർഷകമാണ്, മഹാ അത്ഭുതമാണ് ക്ഷേത്രത്തിനുള്ളിലെ കൊത്തുപണികൾ. ജൈന ക്ഷേത്രത്തിൽ കാണുന്നത് പോലെയുള്ള തൂണുകൾ നമുക്ക് ഇവിടെ കാണാം. 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായി ശില്പഭംഗി നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ഓരോ തൂണുകളും വ്യത്യസ്തമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചതാണ്. മേൽക്കൂര പൂർണ്ണമായും കരിങ്കൽ തന്നെയാണ്. 2ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കൈലാസനാഥ ക്ഷേത്രത്തിലും അജന്ത എല്ലോറ ഗുഹകളിലുമെല്ലാം ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ തൂണിൻ്റെ ശില്പഭംഗി വളരെ ശ്രദ്ധേയമാണ്. അതിസൂക്ഷ്മമായ കൊത്തുപണികൾ നിറഞ്ഞതാണ് ഈ പില്ലർ. തടിയിൽ കൊത്തുന്നത് പോലെ കരിങ്കല്ലിൽ എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത് എന്നത് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും. ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽക്കൂര ഒന്ന് ശ്രദ്ധിക്കുക. എത്ര മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കുന്നു.
നൂറ്റാണ്ടുകൾക്ക് മുന്നേ കരിങ്കൽ കൊണ്ട് പൂർണ്ണമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മേൽക്കൂരയ്ക്ക് ചോർച്ചയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കല്ലിൽ കൊത്തിയ കവിത പോലെ അതിസങ്കീർണവും സൂക്ഷ്മവും മനോഹരവുമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ സുന്ദര ശില്പങ്ങൾ ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത് പ്രത്യേക ലോക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ്. പ്രധാന താഴികക്കുടത്തിൻ്റെ കൊത്തുപണിയാണിത്. ഏതൊരാളെയും ഏറെ അതിശയിപ്പിക്കുന്ന മനോഹരമായ കൊത്തുപണികൾ. ഈ ശില്പത്തെ ശ്രദ്ധിക്കുമ്പോൾ ശില്പം അവിടെ ഉറപ്പിച്ചിരിക്കുന്ന ലോക്ക് നമുക്ക് കാണുവാൻ കഴിയും. 4 പില്ലറുകൾ ചേരുന്ന ഭാഗം മേൽക്കൂരയിൽ വ്യത്യസ്ത കൊത്തുപണികളാണ്. ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തവും അതിമനോഹരവുമായ കൊത്തുപണികൾ നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ശില്പഭംഗി വീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ചരിത്രവും കൂടി നമുക്ക് നോക്കാം. ക്രിസ്തുവർഷം 1000 ആണ്ട് മുതൽ 1346 വരെയുള്ള കാലഘട്ടമാണ് ഹൊയ്ശാല രാജവംശത്തിൻ്റേത്. ഈ കാലഘട്ടത്തിൽ ഈ സാമ്രാജ്യത്ത് 1500ഓളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഹൊയ്ശാല രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു ബേലൂർ. ഇതിലെ പ്രധാന ക്ഷേത്രം വിജയനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. സമീപത്തുള്ള ചെറിയ ക്ഷേത്രം വിഷ്ണുവർദ്ധന മഹാരാജാവിൻ്റെ പത്നി റാണി ശാന്തല ദേവിയാണ് നിർമ്മിച്ചത്. ഇത് മധ്യകാലഘട്ടത്തിൽ ചെന്നകേശവ ടെമ്പിൾ എന്ന് അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് 2 ക്ഷേത്രങ്ങളും ചേർത്ത് ചെന്നകേശവ ടെമ്പിൾ എന്ന് പറയുന്നു. ശിലാബാലിക എന്നറിയപ്പെടുന്ന ശില്പങ്ങളിൽ ഒന്നാണ് ഇത്. ഈ തത്തമ്മയുടെ ചുണ്ടും മയിലിൻ്റെ പീലിയുമുള്ള ഒരു പക്ഷി കയ്യിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. വിഷ്ണുവർദ്ധന മഹാരാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു ബേലൂർ. അദ്ദേഹം ബേലൂരിൽ നിന്ന് ഈ തലസ്ഥാനം ഹലബേഡുവിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഹലബേഡുവിൽ അദ്ദേഹം ഹൊയ്ശാലേശ്വര ശിവക്ഷേത്രം നിർമ്മാണം നടത്തുന്ന കാലഘട്ടത്തിൽ 1140 മരണപ്പെട്ടു. ഹൊയ്ശാല രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശില്പികൾ ഒരു പുതിയ ശില്പകലയ്ക്ക് തന്നെ രൂപം നൽകി. ചരിത്രകാരൻ ആദം ഹാർഡി പറയുന്നത് ഇതൊരു കർണാടക ദ്രാവിഡ കലയുടെ സംയോജിത രൂപം ആണെന്നാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മനോഹരമായി കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. വിഷ്ണു ഭഗവാനാണ് ഇവിടെ പ്രതിഷ്ഠ. 14-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലത്തിൽ മാലിക് കാഫർ ഹൊയ്ശാല രാജവംശത്തെ കീഴടക്കി ഇവരുടെ തലസ്ഥാനം നാമാവശേഷമാക്കുകയും ചെയ്തു. ഡൽഹി രാജവംശത്തിലെ ചക്രവർത്തി അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനായിരുന്നു മാലിക് കാഫർ. പ്രധാന ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിനും പ്രവർത്തനത്തിനും വേണ്ടി ക്ഷേത്ര മതിൽക്കെട്ടും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ രാജവംശത്തിലെ മറ്റ് രാജാക്കന്മാർ നിർമ്മിച്ചവയാണ്. നരസിംഹ ഒന്നാമൻ, ബെല്ലാല രണ്ടാമൻ, വീരബെല്ലാല മൂന്നാമൻ എന്നിവരുടെ കാലഘട്ടത്തിലാണ് ക്ഷേത്ര സമുച്ചയ നിർമ്മാണങ്ങൾ നടന്നത്. ഹൊയ്ശാല രാജവംശത്തിൻ്റെ പതനത്തിന് ശേഷം വിജയനഗര രാജവംശമാണ് ഇവിടെ ശക്തി പ്രാപിച്ചത്. ഇവരും ക്ഷേത്രത്തിൻ്റെ പുനരുത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് ഹൊയ്ശാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധന മഹാരാജാവ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചെന്നകേശവ എന്നാൽ സുന്ദരനായ കേശവൻ എന്നാണ് അർത്ഥം. വിഷ്ണുവിൻ്റെ അവതാര രൂപമായ
മോഹിനിയുടെ നൃത്ത രൂപവും നമുക്ക് ഇവിടെ കാണാം. വിഷ്ണുവർദ്ധന മഹാരാജാവിൻ്റെ പത്നി ശാന്തളാദേവിയെ സംബന്ധിച്ച കഥ ഇതാണ്. താൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്നതിനാൽ വിഷ്ണുവർദ്ധന മഹാരാജാവ് വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നു അത്രേ. വിഷ്ണുവർദ്ധൻ്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശാന്തള ദേവിയെ കണ്ടു. അവൾക്ക് നൃത്തം ചെയ്യുന്നതിനുള്ള അവസരം കൊട്ടാരത്തിൽ ഒരുക്കി നൽകി. ശാന്തള ദേവിയുടെ അതിമോഹനമായ നൃത്തം കണ്ട് മോഹിച്ച വിഷ്ണുവർദ്ധനൻ അവരെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. ഈ ശാന്തള ദേവിയാണ് പ്രധാന ക്ഷേത്രത്തിന് സമീപമുള്ള ക്ഷേത്രം നിർമ്മിച്ചത്. അവിടെ സൗമ്യ നായകി, രംഗനായകി, ശ്രീദേവി, ഭൂദേവി എന്നീ ദേവിമാരെ പ്രതിഷ്ഠിച്ചു. വിഷ്ണു ഭഗവാന്റെ 2 ഭാര്യമാരാണ് ശ്രീദേവിയും ഭൂദേവിയും. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയ്ക്ക് താഴെയായിട്ട് കണ്ണാടിയുമായി നിൽക്കുന്ന സുന്ദരി രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒട്ടേറെ രൂപങ്ങൾ നമുക്ക് ക്ഷേത്ര ചുവരുകളിൽ കാണാം. വിഷ്ണുവർദ്ധന മഹാരാജാവിൻ്റെ ഭാര്യ ശാന്തള ദേവിയുടെ സൗന്ദര്യമാണ് ഈ ശില്പങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഇത്തരത്തിൽ 38 സ്ത്രീ രൂപങ്ങളുണ്ട്. ശിലാബാലികമാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദർപ്പണസുന്ദരി, ശുഗഭാഷിണി, ബസന്തക്രീഡ, കീരാവാണി, കേശശൃംഗാരം, മയൂരശിഖ, കുറവഞ്ചി നർത്തകി, അശ്വകേശി, പാദാംഗുലി, ഗാനമഞ്ജിറ, തില്ലാന, ത്രിഭംഗി നർത്തന, കാബാല ഭൈരവി, വേണുഗോപാല, ഗായകി, നാട്യസുന്ദരി, രുദ്രവീണ, കുടിലകുന്തള, വനറാണി, വികടനർത്തന, ചന്ദ്രിക, രുദ്രിക, മോഹിക, രേണുക, ജയന്തി ഷാദ, ഭസ്മമോഹിനി, വിഷകന്യക, അധ്യാപിക, ശകുനശാരദ, നർത്തകി, നാഗവീണസുന്ദരി, ഗർവിഷ്ഠ, നാട്യശാന്തള, സമദൂര ഭാഷിണി, കേശശൃംഗാരം, ഗന്ധർവ കന്യക എന്നിവയാണ് ആ 38 ശില്പങ്ങൾ. ഇതുകൂടാതെ 4 ശിലാബാലികമാർ ക്ഷേത്രത്തിനകത്തും ഉണ്ട്. മുഖ്യക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും മറ്റ് നിർമ്മിതികളുമാണ് നാം ഇപ്പോൾ കാണുന്നത്. മുഖ്യക്ഷേത്രത്തിനുള്ളിലെ തൂണുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ദേശാവതാരം കൊത്തിയ തൂണുകൾ ആണ് ഏറ്റവും ആകർഷകം. കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ബെയറിങ്ങുകളിൽ കറങ്ങുന്ന രീതിയിലാണ് ഈ ദശാവതാര തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഏറെ അതിശയിപ്പിക്കുന്നതാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ അത് കറക്കുവാൻ ആരെയും അനുവദിക്കുന്നില്ല. പൂർണ്ണമായും കരിങ്കല്ലിൽ പണിതീർത്ത ഈ ക്ഷേത്രമുറ്റത്ത് 42 അടി ഉയരവും 15 ടൺ ഭാരവുമുള്ള ഒറ്റ കല്ലിൽ പണിതീർത്ത ഒരു പില്ലർ ഉണ്ട്. അതാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ പില്ലറിൻ്റെ ഉയരം 42 അടി ഉയരമാണ്. ഭാരം 15 ടൺ. ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വസ്തു ഭൂമിയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അത് ആഴത്തിൽ കുഴിച്ചിടേണ്ടതാണ്. എന്നാൽ ഇത് ഒരു പ്രത്യേക രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഗ്രാവിറ്റി പില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പില്ലറിൻ്റെ അടിവശം ശ്രദ്ധിക്കുക. ഇത് എവിടെയും ഉറപ്പിച്ചിട്ടില്ല. 3 പോയിൻ്റുകൾ മാത്രമാണ് നിലം മുട്ടിയിട്ടുള്ളൂ. ഒരു ചരട് ഇതിൻ്റെ അടിയിൽ കൂടി വലിച്ചെടുക്കാവുന്നതാണ്. ഇത് ഒരു അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു. ഭൂകമ്പങ്ങളെയും മറ്റും അതിജീവിച്ചുകൊണ്ട് മറിഞ്ഞു വീഴാതെ നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച അതിസുന്ദരമാണ്. ഏറ്റവും അടിയിൽ ശക്തരായ ആനകൾ. ഇത് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിലും നമുക്ക് കാണുവാൻ കഴിയും.
2-ാം നൂറ്റാണ്ടിലാണ് കൈലാസനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ആനകൾക്ക് മുകളിൽ ധൈര്യത്തെ കാണിക്കുവാനായി സിംഹങ്ങൾ, വേഗതയുടെ പര്യായമായി കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിവയും അലങ്കാരപ്പണികളിൽ കാണാം. പുറമേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിനുള്ളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെയും പില്ലറുകളിലാണ് ക്ഷേത്രം പണിയപ്പെട്ടിരിക്കുന്നത്. മുഖ്യ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ 5 തൂണുകളുണ്ട്. അതിലൊന്നിൽ രാജപത്നിയായ ശാന്തളാദേവിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ബേലൂർ ചെന്നകേശവ ക്ഷേത്ര സമുച്ചയം, ഹലേബീഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രം, സോമനാഥപുരിയിലെ കേശവക്ഷേത്രം എന്നിവ ഹൊയ്സാല രാജവംശത്തിൻ്റേതാണ്. ഈ 3 ക്ഷേത്രങ്ങളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മുഖ്യ ശില്പി ഖൈതാല എന്ന ഗ്രാമത്തിൽ ജനിച്ച ജഗനാചാരി ആണെന്ന് കരുതുന്നു. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും ചരിത്രങ്ങളും ഇനിയും പറയുവാനുണ്ട്. പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു കിണർ ശ്രദ്ധിക്കുക. പഴയ കപ്പിയും കരിങ്കല്ലുകൊണ്ട് തന്നെ മതിൽക്കെട്ടുമുള്ള ഒരു കിണർ. ഗ്ലോബൽ ട്രാവൽ ലീഡർ മലപ്പുറം നിരവധി യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ യാത്രകളിലേക്കും നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മലേഷ്യ, സിംഗപ്പൂർ, ബാലി, മാലിദ്വീപ്, തായ്ലൻഡ്, ദുബായ് തുടങ്ങിയ ഇൻ്റർനാഷണൽ ട്രിപ്പുകളും ഓൾ ഇന്ത്യ ട്രിപ്പുകളും ഓൾ കേരള ട്രിപ്പുകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഏവർക്കും സ്വാഗതം. താങ്ക് യു വെരി മച്ച്.